പേജ് നമ്പർ 85. കഴിഞ്ഞ ക്ലാസ്സിൽ തോമസിൻ്റെ വീട്ടിൽ സബീഹയും ഉമ്മയും കൂടെ സന്ദർശനം നടത്തുകയും തോമസിനോട് കോഴി പരിപാലനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ഇനി നുലാഹിലുൽ ഹാനത്തൈനി വനതമയ്യസു, നമുക്ക് താഴെയുള്ള ഈ രണ്ട് കോളങ്ങളും നിരീക്ഷിക്കാം. വനതമയ്യസു, എന്നിട്ട് അതിൽ നിന്നും വേർതിരിച്ചെടുക്കാം. അതായത് എണ്ണങ്ങളെയാണ് വേർതിരിക്കേണ്ടത്. ഇവിടെ കുറേ എണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം സെൻറ്റൻസുകൾ. ഹസലത്ത് അല സമാനിയത്ത അഷറ ദീക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? അവൾക്ക് 18 കോഴികളെ കിട്ടി. ഹസലത്ത് അവൾക്ക് കിട്ടി, അല സമാനിയത്ത അഷറ 18 ദീക്കൻ കോഴികളെ. ഫി ഹൗലിൽ അസ്മാക്കി തിസ്അത്ത അഷറ സമക്കൻ, മത്സ്യക്കുളത്തിൽ 19 മത്സ്യങ്ങളുണ്ട്. ഫി ഹൗലിൽ അസ്മാക്കി, ഫിഷ് പോണ്ടിലുണ്ട്. തിസ്അത്ത അഷറ 19 സമക്കൻ മീനുകൾ. ഫി ഹലീറത്തി, എൻ്റെ തൊഴുത്തിലുണ്ട്. 20 സൂസൻ, 20 കോഴിക്കുഞ്ഞുങ്ങൾ. കോഴിക്കുഞ്ഞുങ്ങൾ കഫസിലാണ് ഉണ്ടാകുക അല്ലേ? അപ്പോൾ ഫി കഫസി എന്ന് പറയാം. എൻ്റെ കൂട്ടിലുണ്ട് 20 സൂസൻ, 20 കോഴിക്കുഞ്ഞുങ്ങൾ. ഫി ബൈത്തി, എൻ്റെ വീട്ടിലുണ്ട്. 12 അഷറത്ത ബഖറത്തൻ, 12 പശുക്കൾ. ഇസ്തറൈത്തു, ഞാൻ വാങ്ങി. 3 അഷറത്ത ഹമാമത്തൻ, 13 പ്രാവുകളെ. ഫി മസറഅത്തി, എൻ്റെ ഫാമിലുണ്ട്. 20 ശാത്തൻ, 20 ആടുകൾ. ഇവിടെ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നവയൊക്കെ എണ്ണങ്ങളാണ്. നീല നിറത്തിൽ കൊടുത്തിരിക്കുന്നവയോ എണ്ണപ്പെട്ട വസ്തുക്കളാണ്. സമാനിയത്ത അഷറ എന്ന് നാം എണ്ണി 18 എന്ന്. എന്തിനെയാണ് നാം എണ്ണിയത്? ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസിൽ നാം എണ്ണിയത് ദീക്കിനെയാണ്. അപ്പോൾ ദീക്ക് എണ്ണപ്പെട്ട വാക്കാണ്. എണ്ണത്തിന് സമാനിയത്ത അഷറ എന്നത് എണ്ണമാണ്, ദീക്ക് എന്നത് എണ്ണപ്പെട്ടതാണ്. അപ്പോൾ എണ്ണത്തിന് അതത് എന്ന് പറയും. അതത്. എണ്ണപ്പെടുന്ന വസ്തുവിന് മഅദൂദ് എന്നും പറയും. ഇവിടെ സമാനിയത്ത അഷറ എന്നത് അതതും ദീക്കൻ എന്നത് മഅദൂദുമാണ്. അതേപോലെ മറ്റ് സെൻറ്റൻസുകളിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ തിസ്അത്ത അഷറ എന്നത് അതതാണ്, സമക്കൻ എന്നത് മഅദൂദാണ്. ഇത് എണ്ണമാണ്, സമക്ക് എന്നത് എണ്ണപ്പെട്ട വസ്തുവാണ്. അതേപോലെ 20 എന്നത് അതതാണ്, എണ്ണമാണ്. സൂസൻ എന്നത് എണ്ണപ്പെട്ടതാണ്, മഅദൂദാണ്. 12 അഷറത്ത എന്നത് അതതാണ്. ബക്കറത്ത് എന്നത് മഅദൂദാണ്. 3 അഷറത്ത എന്നത് അതതാണ്. ഹമാമത്തൻ എന്നത് മഅദൂദാണ്. 20 അതതാണ്. ശാത്തൻ മഅദൂദാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത്തെ കോളത്തിലുള്ള മഅദൂദുകൾ മുദക്കറാണ്. രണ്ടാമത്തെ കോളത്തിലുള്ള മഅദൂദുകൾ മുഅന്നസാണ്. മുദക്കറും മുഅന്നസും എന്താണെന്ന് നിങ്ങൾക്കറിയാം. മുദക്കർ പുല്ലിംഗം, മുഅന്നസ് സ്ത്രീലിംഗം. മുഅന്നസായ വാക്കുകളുടെ അവസാനത്തിൽ ഒരു താഴ് കാണാവുന്നതാണ്. ഇനി മഅദൂദ് മുദക്കറും മുഅന്നസും ആകുമ്പോൾ അതതിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കോളത്തിലുള്ള മഅദൂദുകൾ മുദക്കറാണെന്ന് പറഞ്ഞു. ഇവിടെ മഅദൂദ്, നമ്മൾ ആദ്യത്തെ ഉദാഹരണം ഒന്ന് നോക്കാം. ഹസലത്ത് അല സമാനിയത്ത അഷറ ദീക്കൻ എന്നതിൽ മഅദൂദ് ദീക്കൻ എന്നതാണ്. ഇവിടെ ദീക്കൻ എന്നത് മുദക്കറാണ്, മഅദൂദ് മുദക്കറാണ്. മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിലെ ഒന്നാമത്തെ വാക്കിനെ നാം മുഅന്നസാക്കണം. സമാനിയത്ത അഷറ എന്ന അതതിൽ 2 വാക്കുകളാണുള്ളത്. ഒന്ന് സമാനിയത്ത എന്നതും രണ്ടാമത്തേത് അഷറ എന്നതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിലെ ഒന്നാമത്തെ വാക്കിനെ നാം മുഅന്നസാക്കണം.
എങ്ങനെയാണ് അതതിനെ മുഅന്നസാക്കുന്നത്? അവസാനത്തിലൊരു താഴ് ചേർത്ത് കൊടുത്താൽ മതി. സമാനിയത്ത എന്നതിലെ അവസാനത്തിലുള്ള താ കാണുന്നുണ്ടല്ലോ, ആ താഴ് ചേർത്ത് കൊടുത്താൽ അതത് മുഅന്നസായി. ഇപ്പോൾ സമാനിയത്ത എന്ന വാക്ക് മുഅന്നസാണ്. മുഅന്നസാക്കാൻ കാരണം എന്താണ്? താഴ് ചേർക്കാൻ കാരണം എന്താണ്? കാരണം ഇതിന്റെ മഅദൂദ്, ദീക്കൻ എന്ന മഅദൂദ് മുദക്കറാണ്. സിമ്പിളാണ്. ഒന്നാമത്തെ വാക്കിനെ മാത്രമാണ് മുഅന്നസാക്കേണ്ടത്. രണ്ടാമത്തെ വാക്ക് മുദക്കർ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. ഫി ഹൗലിൽ അസ്മാക്കി തിസ്അത അശറ സമക്കൻ. ഇവിടെയും മഅദൂദ് മുദക്കറാണ്, സമക്ക് മുദക്കറാണ്. ഇനി ഇതിന്റെ എണ്ണം അതത് നോക്കാം. തിസ്അത അശറ എന്നതാണ് അതത്. ഇതിൽ ഒന്നാമത്തെ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? മുഅന്നസാക്കണം. എന്തുകൊണ്ട്? സമക്കൻ എന്ന മഅദൂദ് മുദക്കറായതുകൊണ്ട് തിസ്അത അശറ എന്നതിലെ ഒന്നാമത്തെ വാക്ക് മുഅന്നസായിരിക്കണം. എങ്ങനെയാണ് മുഅന്നസാക്കിയത്? അവസാനത്തിലൊരു താഴ് ചേർത്ത് കൊടുത്തു. തിസ്അ എന്നുള്ളത് മാറ്റിയിട്ട് തിസ്അത എന്നാക്കി. അശറ എന്നത് മുദക്കറായി തന്നെ വെച്ചു, അതായത് താഴ് ചേർക്കാതെ വെച്ചു. അപ്പോൾ ഇതാണ് എണ്ണത്തിന്റെ ഇവിടെയുള്ള നിയമം. എന്താണ് നിയമം? മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിലെ ഒന്നാമത്തെ വാക്കിനെ മുഅന്നസാക്കണം എന്നത്. ഈ നിയമം ഏതൊക്കെ എണ്ണത്തിനാണ് ബാധകമാകുന്നത്? 13 മുതൽ 19 വരെയുള്ള എണ്ണങ്ങൾക്കാണ് ഈ നിയമമുള്ളത്. അതായത് മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിലെ ഒന്നാമത്തെ വാക്ക് മുഅന്നസായിരിക്കണം എന്ന നിയമമുള്ളത് 13 മുതൽ 19 വരെ എണ്ണുമ്പോഴാണ്. ഇനി രണ്ടാമത്തെ കോളത്തിലേക്ക് പോകാം. ഇവിടെ ഫി ബൈത്തി ഇസ്നത അശറത്ത ബഖറത്തൻ എന്ന് കാണാം. ഇസ്നത അശറത്ത 12 അപ്പോൾ നമ്മൾ പറഞ്ഞു 13 മുതൽ 19 വരെയാണ് നേരത്തെ പറഞ്ഞ നിയമമുള്ളത്. 12നും 11നും നിയമം മാറ്റമാണ്. എങ്ങനെയാണ് നിയമം? 11നും 12നും മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിൻ്റെയും 2 വാക്കുകളും മുദക്കറായിരിക്കണം. അതേപോലെ മഅദൂദ് മുഅന്നസാണെങ്കിൽ അതതിൻ്റെയും 2 വാക്കുകളും മുഅന്നസായിരിക്കണം. ഇവിടെ 12ന്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫി ബൈത്തി ഇസ്നത അശറത്ത ബഖറത്തൻ. ഇവിടെ ബഖറത്ത് എന്നതാണ് മഅദൂദ് എണ്ണപ്പെട്ട വസ്തു. അപ്പോൾ ബഖറത്ത് എന്നത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. അപ്പോൾ എന്തായിരിക്കണം? ഇസ്നത അശറത്ത 12 എന്നതാണ് എണ്ണം അല്ലേ? അപ്പോൾ 12ന്റെ ഇസ്നത അശറത്ത എന്ന 2 വാക്കുകളും മുഅന്നസായിരിക്കണം. എങ്ങനെയാണ് മുഅന്നസാക്കിയത്? ഇസ്ന എന്നതിന് പകരം ഇസ്നത്ത എന്ന് വെച്ചു അല്ലേ? അവസാനം ഒരു താ ചേർത്തു. മുദക്കറാണെങ്കിൽ ഇസ്ന എന്നാണ് പറയുക, മുഅന്നസായതുകൊണ്ട് ഇസ്നത്ത എന്ന് പറഞ്ഞു. അതേപോലെ അശറത്ത എന്ന് പറഞ്ഞു, അശറ എന്നല്ല അശറത്ത എന്ന് പറഞ്ഞു. ബഖറത്ത് എന്ന മഅദൂദ് മുഅന്നസായതുകൊണ്ടാണ് ഈ ഇസ്നത്തെയും അശറത്തിനെയും രണ്ടും മുഅന്നസാക്കിയത്. ഇനി ഇവിടെ ബഖറത്തിന് പകരം മറ്റെന്തെങ്കിലും മുദക്കറായ വാക്കാണെങ്കിലോ, ഉദാഹരണത്തിന് ഫീലൻ ആന എന്നാണുള്ളത് എങ്കിലോ, ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്, ഇസ്ന അശറ ഫീലൻ എന്നാണ് പറയുക. ഫീല് മുദക്കറാണ്, അതുകൊണ്ട് ഇസ്ന അശറ, ആ 2 വാക്കുകളും മുദക്കറായിരിക്കണം. ഓക്കെ. ഇനി ഇസ്തറൈത്തു ഞാൻ വാങ്ങി, സലാസ അശറത്ത ഹമാമത്തൻ 13 പ്രാവുകളെ. ഇവിടെ ഹമാമത്ത് എന്നത് മുഅന്നസാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? 13 മുതൽ 19 വരെ എണ്ണുമ്പോൾ മഅദൂദ് മുഅന്നസാണെങ്കിൽ അതതിലെ ആദ്യത്തെ വാക്ക് മുദക്കറാക്കണം. അതേപോലെ മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിലെ ആദ്യത്തെ വാക്ക് മുഅന്നസാക്കണം. ഈ ഒന്നാമത്തെ 2 ഉദാഹരണം പറഞ്ഞതുപോലെ ഇവിടെ മഅദൂദ് മുഅന്നസാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതതിലെ ഒന്നാമത്തെ വാക്കിനെ മുദക്കറാക്കി. എങ്ങനെ? അവസാനത്തിൽ താഴ് ചേർക്കാതെ പറഞ്ഞു. സലാസത്ത എന്നല്ല പറഞ്ഞത്, സലാസ എന്നാണ്. ഓക്കെ, സലാസ അശറത്ത. അപ്പോൾ രണ്ടാമത്തെ വാക്ക് എന്തായിരിക്കണം? മുഅന്നസായിരിക്കണം. ഹമാമത്ത് എന്ന മഅദൂദ് മുഅന്നസായതുകൊണ്ട് അതിൻ്റെ എണ്ണത്തിലെ ഒന്നാമത്തെ വാക്ക് മുദക്കറും രണ്ടാമത്തെ വാക്ക് മുഅന്നസുമായിരിക്കണം. 13 മുതൽ 19 വരെയുള്ള എല്ലാ എണ്ണത്തിനും ഇതേ നിയമമാണ്. ഇനി
അവസാനത്തെ ഉദാഹരണത്തിലുള്ളത് 20 എന്ന എണ്ണമാണ്. ഫി ഹദീറത്തി 20 സൂസൻ, 20 കോഴിക്കുഞ്ഞുങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. സൂസ് എന്നത് മുദക്കറാണ്. ഇവിടെയോ ഫി മസ്റഅത്തി 20 ഷാത്തൻ, എൻ്റെ ഫാമിൽ 20 ആടുകളുണ്ട്. ഷാത്ത് എന്നത് ഇവിടെ മുഅന്നസാണ്. അപ്പോൾ സൂസ് മുദക്കറാണ്, ഷാത്ത് മുഅന്നസാണ്. പക്ഷേ 20 എന്നതിന് രണ്ടിനും ഉപയോഗിച്ചിരിക്കുന്നത് 20 എന്ന് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? 20 എന്ന് പറയാൻ മുദക്കറായാലും മുഅന്നസായാലും 20 തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി താഴെ എണ്ണങ്ങൾ കൊടുത്തിരിക്കുന്നു, നമുക്ക് നോക്കാം. 1 വാഹിദുൻ എന്ന് പറയും, 2 ഇസ്നാനി, 3 സലാസത്തുൻ, 4 ഖംസ, 6 7 8 9 10. 10 വരെയുള്ള എണ്ണം നിങ്ങൾ പഠിച്ചതായിരിക്കും. 11 മുതൽ എങ്ങനെ എണ്ണാം? അഹദ അഷറ 11, 12 ഇസ്ന അഷറ, സലാസത്ത അഷറ, 4 അഷറ, 5 അഷറ, 6 അഷറ, 7 അഷറ, 8 അഷറ, 9 അഷറ, 20. ഇങ്ങനെയാണ് 20 വരെ എണ്ണുന്നത്. ഈ എണ്ണങ്ങൾ സലാസത്ത അഷറ മുതൽ 9 അഷറ വരെ എണ്ണത്തിന്റെ നിയമം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? മഅദൂദ് മുദക്കറാണെങ്കിൽ അതതിലെ ആദ്യത്തെ വാക്ക് മുഅന്നസ് ആയിരിക്കണം, രണ്ടാമത്തേത് മുദക്കർ. ഇനി മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ അതതിലെ ആദ്യത്തെ വാക്ക് മുദക്കർ ആയിരിക്കണം, രണ്ടാമത്തെ വാക്ക് മുഅന്നസ് ആയിരിക്കണം. അപ്പോൾ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ മഅദൂദ് മുദക്കറായിട്ടുള്ള വാക്കുകളുടെ എണ്ണമാണ്. സലാസത്ത അഷറ, 4 അഷറ എന്നാണുള്ളത്. ഇനി മഅദൂദ് മുഅന്നസായിട്ടുള്ള വാക്കുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? സലാസ അഷറത്ത, 4 അഷറത്ത, 5 അഷറത്ത, 6 അഷറത്ത, 7 അഷറത്ത, 8 അഷറത്ത, 9 അഷറത്ത. ഓക്കെ, താഴെയുള്ള തംരീൻ കൂടെ നോക്കിയാൽ ഈ എണ്ണത്തിന്റെ കാര്യം വ്യക്തമാകുന്നതാണ്. നുലാഹലു സുവറ, നമുക്ക് ചിത്രങ്ങൾ നിരീക്ഷിക്കാം. ഇവിടെ കുറെ ചിത്രം കൊടുത്തിരിക്കുന്നു. വാ നുക്കമ്മിലുൽ ഹാനാത്തി കമാഫിൽ മിസാലി, ഈ ഉദാഹരണത്തിലുള്ളതുപോലെ എന്നിട്ട് ഈ ചിത്രം നോക്കിയിട്ട് ഈ കോളങ്ങളൊക്കെ പൂരിപ്പിക്കാം. ഇവിടെ എത്ര കോഴികളുണ്ട്? ഇത് എണ്ണി നോക്കിയാൽ 11 കോഴിക്കുഞ്ഞുങ്ങളെ കാണാം. 11 എന്താണ് പറയുക? അഹദ അഷറ എന്നാണ് പറയുക. 11ന്റെയും 12ന്റെയും നിയമം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മഅദൂദ് മുദക്കറാണെങ്കിൽ എണ്ണത്തിലെ 2 വാക്കുകളെയും മുദക്കറാക്കണം. മഅദൂദ് മുഅന്നസ് ആണെങ്കിൽ എണ്ണത്തിലെ 2 വാക്കും മുഅന്നസ് ആയിരിക്കണം. ഇവിടെ സൂസൻ എന്നത് മുദക്കറാണ്, അതുകൊണ്ട് തന്നെ അഹദ അഷറ, ഇവ രണ്ടും, അഹദ എന്നതും മുദക്കറാണ്, അഷറ എന്നതും മുദക്കറാണ്. 11 എന്നതിന് അഹദ അഷറ സൂസൻ. ഇനി രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് ബട്ടർഫ്ലൈകളാണ്, പൂമ്പാറ്റകൾ. എന്താണ് അറബിയിൽ പറയുക? ഫറാശത്തുൻ എന്നാണ്. സൂസുൻ എന്നത് മുദക്കറാണ്, ഫറാശത്ത് എന്നത് മുഅന്നസാണ്. ഇതെണ്ണി നോക്കിയാൽ 11 എണ്ണം കാണാം. ഫറാശത്ത് മുഅന്നസ് ആയതുകൊണ്ട് 11 എന്ന് പറയുമ്പോൾ അതതിലെ 2 വാക്കിനെയും നാം മുഅന്നസാക്കണം. ഓക്കെ, എങ്ങനെയാണ് അഹദ എന്നതിനെ മുഅന്നസാക്കുക? ഇഹ്ദ എന്നാണ് പറയുക, മുഅന്നസ് ഇഹ്ദ എന്നാണ്. അഷറ എന്നതിനെ അഷറത്ത എന്നും, ഫറാശത്തൻ. ഓക്കെ, ഇപ്പം 11ഉം 12ഉം മുഅന്നസും മുദക്കറും ഒരേപോലെയാണ്. മുഅന്നസ് ആണെങ്കിൽ ഈ 2 വാക്കുകളും മുഅന്നസ് ആയിരിക്കും. ഇനി മഅദൂദ് മുദക്കറാണെങ്കിൽ ഈ 2 വാക്കുകളും മുദക്കറായിരിക്കും. 11ഉം 12ഉം എളുപ്പമാണ്. ഇനി ഇവിടെ എണ്ണ നോക്കിയാൽ എത്ര മൈലുകളെ കാണാം? 12 മൈലുകളെ കാണാം. മൈലിന് എന്ത് പറയും? ത്വാഊസ് എന്ന് പറയും. ത്വാഊസ് എന്നത് മുദക്കറാണ്. അപ്പോൾ 12 മൈലുകൾ, 12 ത്വാഊസുകൾ എന്നെങ്ങനെ പറയും? ഇസ്ന അഷറ ത്വാഊസൻ. ത്വാഊസ് മുദക്കറായതുകൊണ്ട് ഇസ്ന എന്നതും അഷറ എന്നതും മുദക്കറായി. ഇനി ഇവിടെ ഹമാമത്താണുള്ളത്. പ്രാവുകൾ എത്രയുണ്ട്? 14 പ്രാവുകളുണ്ട്. 14 പ്രാവുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പറയും? നമ്മൾ നേരത്തെ പറഞ്ഞ 13 മുതൽ 19 വരെയുള്ള എണ്ണത്തിന്റെ നിയമം ഓർക്കുക. എന്നിട്ട് ഇത് എഴുതുക. എങ്ങനെ എഴുതാം? 14 എന്ത് പറയും? 4 അഷറത്ത എന്ന് പറയും. ഹമാമത്താകുമ്പോൾ 4 അഷറത്ത ഹമാമത്തൻ, 14 പ്രാവുകൾ. ഹമാമത്ത് എന്നതാണ് ഇവിടെ മഅദൂദ്. ഹമാമത്ത് എന്നത് മുഅന്നസാണ്.
മുഅന്നസാകുമ്പോൾ അർബ അഷറ എന്നുള്ളതിലെ ആദ്യത്തെ വാക്കായ അർബ നമ്മൾ മുദക്കറാക്കണം, അഷറത്തിനെ മുഅന്നസാക്കണം. അതുകൊണ്ട് അഷറത്തിന്റെ അവസാനം താ ചേർത്തു. അർബ അഷറത്ത ഹമാമത്തൻ. അടുത്തത് ദീക്കാണ്. ദീക്ക് എത്രയുണ്ട്? 13 എണ്ണമാണ് ഉള്ളത്. 13 എന്ത് പറയും? സലാസത്ത അഷറ എന്ന് പറയും. ദീക്ക് മുദക്കറായതുകൊണ്ട് ആദ്യത്തെ വാക്കായ സലാസത്ത് മുഅന്നസായിരിക്കണം. സലാസത്ത അഷറ ദീക്കൻ. അഷറ മുദക്കർ. ഇനി ബത്തത്താണിത്, താറാവുകൾ. ബത്തത്ത് എത്രയുണ്ട്? 13 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ബത്തത്ത് മുഅന്നസാണ്. എങ്ങനെ പറയും? സലാസ അഷറത്ത ബത്തത്തൻ. ബത്തത്ത് എന്ന മാദൂദ് മുഅന്നസായതുകൊണ്ട് ആദ്യത്തെ വാക്കായ സലാസിനെ മുദക്കറാക്കി. ഇനി ഇവിടെ എത്ര മീനുകളുണ്ട്? 20 മീനുകളുണ്ട്. 20 എന്ത് പറയും? ഇശ്റൂന. 20ന്റെ നിയമം നമ്മൾ പറഞ്ഞതാണ്. മുദക്കറാണെങ്കിൽ മാദൂദ് മുദക്കറാണെങ്കിലും മുഅന്നസാണെങ്കിലും ഇശ്റൂന എന്ന് തന്നെയാണ് പറയുക. ഇശ്റൂന സമക്കൻ. ഇവിടെയോ? ഇവിടെയും 20 ആണുള്ളത്. ഇത് ദജാജത്താണ്, പിടക്കോഴിയാണ് അല്ലേ? ദജാജത്താകുമ്പോൾ എങ്ങനെ പറയും? ഇശ്റൂന ദജാജത്തൻ. സമക്ക് മുദക്കറാണ്, ദജാജത്ത് മുഅന്നസാണ്. എന്നാലും ഇശ്റൂന പറയുമ്പോൾ മാറ്റമില്ല, ഇശ്റൂന എന്ന് തന്നെയാണ് പറയുക. ഇവിടെ നമ്മൾ പറയാത്ത കുറേ എണ്ണങ്ങളുണ്ട്. 15, 16, 17 ഒന്നും നമ്മൾ എണ്ണിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക. കുറേ പ്രാവശ്യം ചെയ്താൽ മാത്രമേ ഇത് വ്യക്തമായി മനസ്സിൽ നിൽക്കുകയുള്ളൂ.